പൊന്നി അരി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി നമുക്ക് കുക്കറിൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന റെസിപ്പിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്തേക്കാം, ഒരു പാടുമില്ല. ലേസി ആയിട്ടുള്ളവർക്ക് ടെസ്റ്റ് ബിരിയാണി. അതിന് ഫസ്റ്റ് നമ്മൾ അടുപ്പത്തിക്കുക, കുക്കർ വെക്കുക. കുക്കർ ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണയിലോട്ട് കുറച്ച് നെയ്യ് ഉണ്ടെങ്കിൽ ഇട്ടാൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നെയ്യ് ഒഴിക്കുക. അതിന് നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കുക. ഇതും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് എല്ലാം ഇതൊക്കെ സ്കിപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. ഈ ഏലക്ക ഉണ്ടെങ്കിൽ നല്ലതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇടുക. എനിക്ക് ഇവിടെ ഇഞ്ചി ഇല്ലായിരുന്നു, ഞാനെൻ്റെ വെളുത്തുള്ളി ഇട്ടേ. പക്ഷേ ഇട്ടില്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതും നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ വെജിറ്റബിൾ ആവട്ടെ, ഉള്ളി മസ്റ്റാണ്, ഉള്ളി വേണം. സവാള ഇല്ലാണ്ട് പരിപാടി നടക്കത്തില്ല. സവാളയാണ് എൻ്റെ ഒരു മെയിൻ സംഭവം. അപ്പോൾ സവാള വേണം. പിന്നെ നിങ്ങളുടെ വീട്ടിൽ എന്ത് വെജിറ്റബിളാണോ ഉള്ളത്, അത് നമ്മുടെ ബിരിയാണിക്ക് ഇടുന്ന വെജിറ്റബിൾ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. സവാള മസ്റ്റാണ്. എനിക്കിവിടെ ക്യാരറ്റും ക്യാബേജും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മസാലപ്പൊടികളാണ് ഞാനിട്ടത്. ആകെ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ എനിക്കിവിടെ ഉണ്ടായിരുന്ന ബിരിയാണി മസാല ഉണ്ടായിരുന്നു, ഡബിൾ ഹോഴ്സിൻ്റെ, അതാണ് ഞാൻ ഇട്ടത്. നിങ്ങൾക്ക് ബിരിയാണി മസാല ഇല്ലയെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. ഗരം മസാല എന്തായാലും എല്ലാ വീട്ടിലും കാണും. ഗരം മസാല ഇട്ടാൽ മതി. ഒരു സ്പൂൺ ഗരം മസാല കൂടി ഇട്ട് നമ്മളൊന്ന് സോട്ട് ചെയ്യുക. മറ്റത് വേവാനൊന്നും നിൽക്കേണ്ട വെജിറ്റബിൾ, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ പൊന്നീരി അങ്ങോട്ട് ഇടുക. പൊന്നീരി ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമുക്ക് പൊന്നീരിയുടെ ഒരു അളവെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് പൊന്നീരിക്ക് 2 ഗ്ലാസ് വെള്ളം. ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ എടുത്തതെന്ന് വെച്ചാൽ ആ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചാൽ വെക്കേണ്ടത്. അതാണ് അതിൻ്റെ ഒരു അളവ്. ഈ വടിക്കൊന്നും പിടിക്കാതെ, ഒട്ടിപ്പിടിക്കാതെ, നല്ല ഈ വെള്ളം ഫുള്ള് പറ്റി നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ എടുത്ത 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. ആ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, അതിനോട് ഉപ്പ് ഇട്ടു, മല്ലിയില ഇട്ട് വെച്ചു, വേവിച്ചു. 4 വിസിൽ. എത്ര ചോറാണോ, എത്ര അരിയാണോ നിങ്ങൾ എടുക്കുന്നത്, ഇനി 1 ഗ്ലാസ് അരിയേ ഉള്ളെങ്കിലും 4 വിസിൽ, 2 ഗ്ലാസ് അരിയേ ഉള്ളെങ്കിലും 4 വിസിൽ. ആ 4 വിസിൽ ഇതിൻ്റെ കറക്റ്റ് വേവുന്ന പരുവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം പറ്റി സെറ്റായിട്ടിട്ടും തമ്മി ഒട്ടിപ്പിടിക്കത്തില്ല, ഒന്നുമില്ല. അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. സൂപ്പറാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ വേറെ ഒന്നും വേണോ, കറികളൊന്നും വേണമെന്നില്ല, ഇത് മതി കഴിയും.